നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാറ് മറ്റേ സിനിമ മറ്റേ അടിച്ചു കയറി വാ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. സാറൊന്ന് മാറി തന്നിരുന്നെങ്കിൽ എങ്കിൽ ഞങ്ങൾ ഇവളെയും അവരാ കുഞ്ഞിനെയും കൊണ്ട് വെക്കോളും. ഇവരുടെ പാട്ടിനെ വിട്ടേക്ക്. ഇവിടെ ഇരിക്കും. ഹലോ, വന്ദനാമ്മേ. വന്ദനാമ്മയല്ല, വന്ദന. അങ്ങനെ വിളിച്ചാ മതി. പിന്നെ നാളെ അനുജത്തിയുടെ കല്യാണം. വിളിക്കാൻ വൈകിയതിൽ ക്ഷമിക്കണം. കല്യാണത്തിന് വരണം. ഓ, സന്തോഷം. വന്ദനാമ്മേ, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങളുടെ ശബ്ദത്തിന് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമായിട്ട് നല്ല സാമ്യം. അത് കൊള്ളാലോ. വെറുതെ അങ്ങനെ തോന്നുന്നതായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് ആ പെൺകുട്ടിയോടാണോന്ന് ശരിക്കും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത്രയ്ക്ക് സാമ്യം. കൊള്ളാം. ഒരേപോലെ 7 പേരുണ്ടായിരിക്കുന്നല്ലേ പറയുന്നത്. ശബ്ദത്തിന്റെ കാര്യത്തിലും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. ചിലപ്പോ അങ്ങനെ ആവാം. പ്രേമിക്കുന്ന പെണ്ണിനെ കാണാതെ ഞാൻ വല്ലാത്ത ടെൻഷനില്ല. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ വല്ലാത്ത ആശങ്ക. അതിന്റെ ഒന്നും കാര്യമില്ല. ഒക്കെ ശരിയാവും. അപ്പോ കല്യാണത്തിന് പങ്കെടുക്കുന്ന കാര്യം മറക്കണ്ട. സ്ഥലവും ഓഡിറ്റോറിയം ഒക്കെ ഞാൻ മെസ്സേജിലിടാം. ഓക്കെ, ഞാൻ വന്നിരിക്കും. ഓക്കെ ഓക്കെ. അങ്കിള് കല്യാണത്തിന് വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ആണോ? സന്തോഷമായി. മോൾക്ക് അങ്കിളിനെ വീണ്ടും കാണാലോ. അതെ, മോൾക്ക് അങ്കിളിനെ അത്രയ്ക്ക് ഇഷ്ടാണോ? പിന്നെ അല്ലാതെ. എനിക്ക് അങ്കിളിനെ വന്ദനമ്മയെ പോലെ ഇഷ്ടവാ. പാവ അങ്കിളത്. അന്നെന്നെ രസിച്ചോണ്ട് മാത്രമല്ല, ആഹാരം കഴിക്കാൻ നേരം എന്റെ അച്ഛനെ പോലെ എന്റെ ഒപ്പിരുന്നു. നല്ല ചിരിയാ അങ്കിളിൻ്റെത്. വന്ദനമ്മയ്ക്ക് അങ്കിളിനെ കണ്ട ഭയങ്കര ഇഷ്ടാവും. അമ്പലത്തിൽ വെച്ച് വന്ദനമ്മ കണ്ടില്ലല്ലോ അങ്കിളിനെ. എനിക്ക് തോന്നുന്നത് വന്ദനമ്മയെ ഗുണ്ടകളായിന്ന് രക്ഷിച്ചതും വന്ദനമ്മയ്ക്ക് ഫോണും മേടിച്ചും തിരിച്ചു തന്നതും ആ അങ്കിളായിരിക്കുമെന്നാ. വന്ദനമ്മയെ രക്ഷിച്ചിട്ട് ആ രക്ഷകന്റെ മുഖം പോലും വന്ദനമ്മ കണ്ടില്ലല്ലോ. ഇല്ല, അങ്കിള് മായാവി. ആപത്തിൽ പെടുന്നവരെ രക്ഷിക്കെത്തുന്ന മായാവി. ഇടി കാന്താരി പെണ്ണെ, വാ. അവിടെ എല്ലാവരും തിരക്കുന്നുണ്ടായിരിക്കും. വായോ വായോ.
കൊണ്ടോ കൊണ്ടോ. മോള് വയ്ക്കോ. ആ ചങ്ങാതി, എന്താ ഇത്? എന്താ ഇത്? ഈ കുഞ്ഞിനെ അങ്ങ് വിട്ടേക്ക്, അത് അകത്ത് പോയി കളിക്കട്ടെ. ആ പിന്നെ സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണം അത് നിയമവിരുദ്ധമാണ്. ഇവിടെ ഒരു മംഗളകാര്യം നടക്കാൻ പോവല്ലേ? സാറേ, സാറ് മറ്റേ സിനിമ നടന്നത് മറ്റേ അടിച്ചു കയറി വാ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. സാറൊന്ന് മാറി തന്നിരുന്നെങ്കിൽ എങ്കിൽ ഞങ്ങൾ ഇവളെയും അവരാ കുഞ്ഞിനെയും കൊണ്ട് വെക്കോളും. ഇവരുടെ പാട്ടിന് വിട്ടേക്ക്. അവിടെ നല്ല ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം ഉണ്ട്. എല്ലാം എന്റെ വക. എന്ത് വേണേ എടുത്തു വെച്ചു. അപ്പൊ സാറ് ഞങ്ങളെ ഊട്ടാൻ വന്നിരിക്കുകയാണല്ലേ? ഇന്നല്ല എന്റെ വക ഫ്രീ. അപ്പൊ സാറ് വാങ്ങിച്ചിട്ടേ പോകൂ അല്ലേ? ആരാ വാങ്ങിക്കുക ആരാ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബോയ്സ്, ഗെറ്റ് റെഡി. ആണോ? എന്നാ അടിച്ച് കേറി വാ. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുറകെ വന്നടിക്കുന്നു. ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പിറകെ വന്ന് ശബ്ദമുണ്ടാക്കി ചവിട്ടരുത്. അത് ശബ്ദമുണ്ടാക്കാതെ ഇങ്ങനെ വന്ന് തിരിഞ്ഞു നിന്ന് പുറകിന്ന് ഒരൊറ്റ ചവിട്ടും. ഇങ്ങനെ വേണം ചവിട്ടാൻ. മനസ്സിലായ? അല്ലാതെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.